ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UGC അല്ലെങ്കിൽ DEB അംഗീകൃത കോഴ്സുകൾക്ക് ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അതായത് UGC ആൻഡ് DEB അപ്രൂവ്ഡ് കോഴ്സ്. DEB എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ. സോ ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഓരോ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്താണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ പ്രപ്പോസൽ വെക്കണോ, പ്രപ്പോസൽ വെച്ച് എങ്ങനെയാണ് പ്രപ്പോസൽ വെക്കേണ്ടത്, ഉള്ള എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ വിവിധ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് ചോദിച്ചു വന്നിരുന്ന ഒരു സംശയമായിരുന്നു UGC അല്ലെങ്കിൽ DEB അംഗീകൃത കോഴ്സുകൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞത് UGC അല്ലെങ്കിൽ UGCയും DEBയും അപ്രൂവ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾക്ക് അതേ കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വാലൻസി കിട്ടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് കോഴ്സിനും മിനിമം ഇക്വലൻസി. ഫോർ എക്സാമ്പിൾ, അതായത് UGC അംഗീകൃതമുള്ള എല്ലാ കോഴ്സുകൾക്കും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താ പറയുക, വളരെയധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു ഇക്വലൻസി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട്, പ്രപ്പോസൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒത്തിരി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴ്സിന്റെ നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പം MCOM ഇൻ സംതിങ്, മറ്റേത് MCOM ഇൻ വേറെ പർട്ടിക്കുലർ തിങ് ആണെങ്കിൽ രണ്ടിന്റെ നോമൻക്ലേച്ചർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വലൻസി കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇപ്പം ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ PSCയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെങ്കിൽ PSCയിൽ പണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ കേരളത്തിന് വെളിയിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് എങ്കിൽ അവർ ഇക്വാലൻസി ചോദിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നില്ല. അതായത് ഇന്ത്യയിലെ UGC അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ പഠിച്ചിറങ്ങിയവരാണ് എങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. പക്ഷേ നമ്മളോട് അന്നേരം ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഈ കോഴ്സ് UGC അപ്രൂവ്ഡ് ആണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കാനായിട്ട് PSC ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഓക്കെ, ഇത്രയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് ഇപ്പോൾ DEBയുടെ സൈറ്റിൽ പോയാൽ DEB, ദാറ്റ് മീൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബോർഡ്, DEB UGC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ DEB UGCയുടെ സൈറ്റിൽ പോകും. ആ സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും the recognition accorded for ODL programs year wise. അതായത് ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകളുടെ ഓരോ വർഷത്തെ വരും. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയാൽ 2024-25 കൊടുത്താൽ നമുക്ക് 2 ലിസ്റ്റുകൾ കിട്ടും. അതായത് ദ ലിസ്റ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ്ഡ് ടു ഓഫർ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് ഫോർ ദ അക്കാദമിക് 2024-25. അതായത് 2024-25 ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 25-26 ഡോക്യുമെന്റ് വന്നിട്ടില്ല. അത് ഒക്ടോബർ 2024 മാസം കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്തുള്ള നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് കാണാനായിട്ട് പറ്റും. അതുപോലെ 2024-25 ഫെബ്രുവരി 2, കാരണം കൂടുതലായിട്ടുള്ള ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകളൊക്കെ എന്താണ് ഈ വർഷത്തിൽ 2 പ്രാവശ്യം അഡ്മിഷൻ ചൂസ് ചെയ്യുന്നത് കൊണ്ട് 2 തവണ റെക്കഗ്നൈസ് ചെയ്തതിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ബേസിക്കലി ആ ലിസ്റ്റ് ഇങ്ങനെയാണ് വരിക. ഒന്നാമത്തെ ഡോക്യുമെന്റ്, അതായത് ഏപ്രിൽ 2025 ഡേറ്റ് ചെയ്ത് വന്ന ഡേറ്റ്, മറ്റേന്ന് പറയുന്നത് നവംബർ 2024 വന്ന ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഹാഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫ്രം ദി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ, ഈ അവർ കൊടുക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പൺ ലേണിംഗ് പ്രോഗ്രാംസിന് റെക്കഗ്നേഷൻ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് UGCയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. സോ UGC എന്തൊക്കെ കോഴ്സുകൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്, ഏത് ഡിസിപ്ലിൻ, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ട്രാവൽ, ടൂറിസം. അപ്പം ഈ വിധത്തിലുള്ള ഡിസിപ്ലിനുകളിൽപ്പെട്ട കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഡസ് നോട്ട് റിക്വയർ പ്രയർ അപ്രൂവൽ, അതായത് ഈ ഡിസിപ്ലിൻ, മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽപ്പെട്ട കോഴ്സുകൾക്കൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതെങ്കിൽ ആ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് DEBയുടെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടില്ല. അതിനുശേഷം പിന്നീട് എടുത്താൽ മതിയാവും. പക്ഷേ ഈ ഡേറ്റകളെല്ലാം എന്താണ്, നമ്പർ ഓഫ് സീറ്റ്സോ അക്കാദമിക്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം UGCയുടെ നിയമവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാർ ഓൾസോ അഡ്യർ ദ പോളിസി ഓഫ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആൻഡ് ലേണർ സപ്പോർട്ട് പ്രോഗ്രാം ആർ സ്പെസിഫൈഡ്. ഫോർ എക്സാമ്പിൾ, ഈ പറയപ്പെടുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലേണർ സപ്പോർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ യൂണിവേഴ്സിറ്റിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിലാണോ ഈ പർട്ടിക്കുലർ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നതെന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ പോയാൽ ഓരോ യൂണിവേഴ്സിറ്റി കാണാനായിട്ട് പറ്റും. നമ്മളിപ്പം നമ്മുടെ വെരിഫിക്കേഷൻ വേണ്ടി നമ്മൾ കേരളത്തെ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ ആൾക്കാരെ കൂടുതൽ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്
ഓക്കെ. തമിഴ്നാട്ടിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി ഇപ്പം നോക്കണ്ട, കാരണം UGC റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. സോ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി, നമ്മൾ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി നോക്കിയാൽ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സ്, BCom, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ PG കോഴ്സുകൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. MCom ഇൻ ബാങ്ക് മാനേജ്മെന്റ്, MCom ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാസ്റ്റർ ഓഫ് ലൈബ്രറി പ്രോഗ്രാം, MA ആർട്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, MA ആർട്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, MSc ഫിസിക്സ്, ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബോർഡ് അപ്രൂവ്ഡ് ആയിട്ട് കോഴ്സുകളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ലിസ്റ്റിൽ പോയിട്ട് നിങ്ങളുടെ കോഴ്സുകൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ആ കോഴ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കാദമിക് ഇയർ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരിക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുത്ത് കഴിയുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. നിങ്ങൾ ആ വെബ്സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓരോ വർഷത്തെ പ്രോസ്പെക്ടസ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഇപ്പം കാരണം കഴിഞ്ഞൊരു വർഷങ്ങളിലൊന്നും ഡിസ്റ്റൻസ് പ്രോഗ്രാമുകൾ കേരളത്തിൽ നടക്കാത്തത് കൊണ്ട്, കേരളത്തിലെ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കാത്തതുകൊണ്ടാണ് പ്രോസ്പെക്ടസ് വരാത്തത്. ഈ വർഷം ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് എടുത്ത് നോക്കാം, UG കോഴ്സുകൾ എടുത്ത് നോക്കാം. പ്രോസ്പെക്ടസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഉള്ളപ്പോൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ പർട്ടിക്കുലർ കോഴ്സ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. അതായത് രണ്ട് കോഴ്സുകളും സെയിം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്വലൻസിക്ക് അപേക്ഷ കൊടുക്കാം. അന്നേരം ഈ കോഴ്സ് ഓൾറെഡി ആ ടൈമിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയും അതുപോലെ UGC അപ്രൂവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇക്വലൻസി കിട്ടുന്നതാണ്. ഇക്വലൻസി എന്ന് പറയുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ആ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് വളരെ എളുപ്പമായിട്ടുണ്ട്. കാരണം എന്താണ്, ലൈക്ക് പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളായി. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEBയുടെ വെബ്സൈറ്റിൽ പോയി അത് DEB അപ്രൂവ്ഡ് കോഴ്സ് ആണോ നോക്കുക. അതേ നോമൻക്ലേച്ചറുള്ള കോഴ്സ് നിങ്ങൾ ഈ പറയപ്പെടുന്ന നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇക്വലൻസി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് കോഴ്സിന് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീഡിയോയ്ക്ക് തന്നെ കമന്റ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ലിങ്ക് കൊടുക്കുമ്പോഴുമാണ് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള നമുക്കൊരു താല്പര്യം തോന്നുന്നത്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.